കൂൺ കൃഷി ക്ലാസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന്. ഞാനത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. നമ്മൾ കൃഷിയെക്കുറിച്ച് പറയുന്ന ഇടങ്ങളിലൊക്കെ, അത് കൂൺ കൃഷിയല്ല, കൂൺ കൃഷി ആകാം, മറ്റെന്ത് കൃഷിയാകാം, അവിടങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: വിതച്ചാൽ വേലി കെട്ടരുത് എന്ന്. ആ ആപ്തവാക്യം മുൻപ് കാരണവന്മാരാരോ സമൂഹത്തിന് പകർന്നു കൊടുത്ത ഒരു ഗ്രൂപ്പ് സന്ദേശങ്ങളുടെ ഒരു ഭാഗമാണ്. അതിങ്ങനെയാ പറയുക: വിതച്ചാൽ വേലി കെട്ടരുത്, ഇരുന്നുണ്ണരുത്, കിടന്നുറങ്ങരുത്, അമ്മയ്ക്ക് ചോറ് കൊടുക്കരുത് എന്നൊക്കെയാണത്. ഈ സന്ദേശം വാസ്തവത്തിൽ അതിൻ്റെ വാച്യാർത്ഥത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത്. അതിന് ചില ആന്തരാർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ വിഷയം കൃഷി ആയതുകൊണ്ട് വിതച്ചാൽ വേലി കെട്ടരുത് എന്ന സന്ദേശം മാത്രം ഞാൻ ഇന്നെടുക്കുകയാണ്. വിതച്ചാൽ വേലി കെട്ടരുത് എന്നുള്ളതിൻ്റെ ആന്തരാർത്ഥം വിതയ്ക്കുന്നതിന് മുൻപേ വേലി കെട്ടണം എന്നാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം ഇതാണ്: വലിയ പണം മുടക്കി കൃഷിയൊക്കെ ചെയ്യും, പക്ഷേ അതിൻ്റെ വേലി കെട്ടൽ ചിലപ്പോൾ മുൻകൂട്ടി നടക്കില്ല. മുൻകൂട്ടി വേലി കെട്ടൽ നടന്നില്ലെങ്കിൽ സംഭവിക്കുക, അത് നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് വേലി കെട്ടുന്ന പ്രധാന ജോലി മാറി മാറി എന്നുള്ളതാണ്. ഇത് കൂൺ കൃഷിയെ സംബന്ധിച്ചിടും അതൊരു വസ്തുതയാണ്. കൂൺ കൃഷിയെ സംബന്ധിച്ച് ഈ വേലി കൂൺ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇടം ഒരുക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ യാദൃശികമായി കയ്യിൽ വന്ന ഒരു പാക്കറ്റ് വിത്തിൽ നിന്നോ അല്ലെങ്കിൽ വന്ന ഒരു മുടി വൈക്കോലിൽ നിന്നോ ഒക്കെയാണ് പലരും കൂൺ കൃഷിക്ക് ഒരു വഴിയായി തീരുക. ആ വഴിയാണ് അവരെ കൂൺ കൃഷിയിലേക്ക് നയിച്ചിട്ടുള്ളത്. പക്ഷേ പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു പരിശീലനത്തിൻ്റെ മറവിൽ അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് കുറേ വിത്തും മാധ്യമങ്ങളും ഒക്കെ വാങ്ങിച്ച് ഉടനെ ബെഡ് കെട്ടി തൂക്കി പിന്നീട് അത് സംരക്ഷിക്കാനുള്ള ഷെഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ശരിയായ വേലികെട്ടലല്ല, വിതച്ച് കഴിഞ്ഞിട്ടുള്ള വേലികെട്ടലായി തീരും. ഈ വേലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഭാവവും നമ്മുടെ സാഹചര്യവും ഒക്കെ വരും. യാതൊരു വിധത്തിലും കൂൺ കൃഷി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ആളുകൾ കൂൺ കൃഷിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ, കാർഷിക താല്പര്യങ്ങൾ ഒട്ടുമില്ലാത്ത ആളുകൾ കൂൺ കൃഷിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ, കൂൺ കൃഷിയെക്കുറിച്ച് പ്രാഥമിക കാര്യങ്ങളൊന്നും പഠിക്കാതെ കൂൺ കൃഷിക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതൊക്കെ വിതച്ചതിന് ശേഷം വേലി കെട്ടുന്ന പ്രവണതയാണ്. ഇത്തരം വേലികൾ ചിലതെങ്കിലും കൃഷി തുടങ്ങുന്നതിന് മുമ്പ് കെട്ടാനായിട്ട് പുതുതായിട്ട് കൂൺ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്ന ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു 100 ബെഡിൻ്റെ കൂൺ കൃഷി ആരംഭിക്കുന്ന ആളുകൾ പോലും അത് സംബന്ധിച്ച് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി, വരുംവരായികൾ ഒക്കെ മനസ്സിൽ കണ്ടിരിക്കണം. 100 ബെഡിൻ്റെ ഒരു കൃഷിയിൽ നിന്ന് 2.5 കിലോ വരെ ദിവസം ഉൽപാദനം ഉണ്ടാകാമെന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അത് വിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണോ, വിൽക്കാൻ പറ്റുന്ന പ്രദേശത്താണോ താൻ ഇത് തുടങ്ങാൻ പോകുന്നതെന്ന് ആ കർഷകൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. അതിന് ചിലപ്പോൾ ചില സർവേകൾ പോലും വേണ്ടിവരും. ഈ സർവേകൾ വളരെ നിഷ്പ്രയാസം വ്യക്തിക്ക് തന്നെ ചെയ്യാൻ പറ്റും. അത് മറ്റുള്ളവർ അറിയണം എന്ന് പോലുമില്ല. കടകളിലൂടെ ചെന്ന്, താൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് ഇടയിലുള്ള ബസാറുകളിലൂടെ ചെന്ന് കടകളിൽ കൂണിൻ്റെ ലഭ്യത അന്വേഷിക്കാവുന്നതാണ്. വേറെ ആളുകൾ അവിടെ കൂൺ കൃഷി ചെയ്ത് കൂൺ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് തന്നെ ആ നാട്ടിലെ ആവശ്യത്തിന് ഉതകും വിധം മാത്രമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അവർ ചെയ്യുന്ന രീതികളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അത് കൃഷിയെക്കുറിച്ചല്ല, മറിച്ച് മാർക്കറ്റിനെ കുറിച്ച്. അവരുടെ പാക്കിംഗ് വളരെ നല്ലതാണോ, അവർ സ്ഥിരമായി കൂണ് മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ടോ, അവർക്ക് ദിനംപ്രതി എത്ര കൊടുക്കാൻ സാധിക്കുന്ന ആളാണ് അവർ, മറ്റൊന്ന് അവരുടെ കൂണ് റിട്ടേൺ ധാരാളം പോകുന്നുണ്ടോ, അവരുടെ പാക്കിംഗ് ഏത് രീതിയിലാണ് തുടങ്ങി നമുക്ക് ഭാവിയിലേക്ക് ഉപയോഗപ്രദമാകാവുന്ന എല്ലാ കാര്യങ്ങളും മാർക്കറ്റിൽ നിന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം അവർ കൂണ് വിൽക്കുന്ന വിലയും. ചിലപ്പോഴൊക്കെ ചില ആളുകൾ, നമുക്കറിയാം അവരുടെ സംസാരത്തിൽ തന്നെ അവർ കൂൺ കൃഷി ചെയ്യുന്ന ആളുകളല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ മുഴിച്ചു നിൽക്കാറുണ്ട്. ഒരു ബെഡിൽ നിന്ന് എത്ര കൂണ് കിട്ടും? അത് ആദ്യത്തെ ചോദ്യം വാസ്തവത്തിൽ അയാൾ കൂൺ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് എത്ര ബെഡ് ചെയ്യാം? ഒരു ബെഡിന്റെ തൂക്കം എത്രയാണ്?
ഒരു ചാക്ക് വൈക്കോല് കൊണ്ട് അല്ലെങ്കിൽ ഒരു ചാക്ക് അറക്കപ്പൊടി കൊണ്ട് എത്ര ബെഡ് കെട്ടാം എന്ന് തുടങ്ങി നൂറ് കാര്യങ്ങൾ പലരുടെയും ചോദ്യത്തിലൂടെ വരാറുണ്ട്. നമുക്കറിയാം അയാൾ ഒരുപക്ഷെ ബുദ്ധിമാനായ ഒരു വരാൻ പോകുന്ന കർഷകനായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും കൃഷി തുടങ്ങാൻ പറ്റാത്ത, മറ്റുള്ളവരുടെ കൃഷിയെക്കുറിച്ച് അന്വേഷിക്കാൻ മാത്രം താല്പര്യമുള്ള ഒരാളായിരിക്കാം. എന്തൊക്കെയായാലും ആ ചോദ്യത്തിലെ സതുദ്ദേശം മാത്രമാണ് നമ്മൾ എടുക്കുക. വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നാം കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാൻ. കൂൺ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നാം ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണം. ആ ക്ലാസ്സിൽ കൂൺ കൃഷിയെക്കുറിച്ച്, അതിന്റെ സാമ്പത്തിക വശത്തെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് ചോദിച്ചറിയാൻ കഴിയണം. കൂൺ കൃഷിയിൽ നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാൻ കഴിയും. അതിൽ നിന്ന് കിട്ടിയ പ്രചോദനമായിരിക്കണം കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാൻ നമ്മെ താല്പര്യപ്പെടേണ്ടത്. അല്ലാതെ ഒരു കർഷക ചൊല്ലില്ലേ പണ്ട്, കൊണ്ടിക ചെന്ന് വിതയ്ക്കുന്നവന് കൊണ്ടൊരു ഗുണവും കിട്ടാനില്ല എന്ന്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഇത് ലാഭകരമാണെന്ന് വിചാരിച്ച് ഇതുകൊണ്ട് എളുപ്പം പൈസ ഉണ്ടാക്കാമെന്ന് ധരിച്ച് കൂൺ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആളുകൾ മിക്കവാറും മാസങ്ങൾക്കുള്ളിൽ പൂട്ടിക്കെട്ടുകയും കയ്യിലുണ്ടായിരുന്ന പൈസ കളയുകയുമായിരിക്കും ഫലം. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ധാരണ, വ്യക്തമായ രൂപരേഖ മനസ്സിലുണ്ടാക്കിയിട്ട് വേണം കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാൻ. ചിലപ്പോഴൊക്കെ ചില ആളുകൾ, പുതുതായി കൂൺ കൃഷി ആരംഭിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ ഒരു ഹൈടെക് ഫാമിന് എത്രയാകും പണം എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. നമ്മുടെ അറിവിന്റെ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് നമ്മളതൊരു മറുപടി അന്നേരം കൊടുക്കാറുമുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കൂൺ കൃഷി ആരംഭിക്കുന്ന ഒരാള് നമ്മുടെ നാട്ടില്, നമ്മുടേതുപോലുള്ളൊരു നാട്ടില്, കേരളം പോലുള്ളൊരു പ്രദേശത്ത് ഉടനെ ഹൈടെക്കിലാണ് പോകേണ്ടതെന്ന് അവരൊക്കെ പുനർവിചിന്തനം നടത്തണം. ഒരു ചെറിയ താൽക്കാലിക ഷെഡിലോ അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിലുള്ള ഒരു ഓർഡിനറി ഷെഡിലോ കൂൺ കൃഷി ചെയ്ത് ഈ കൂൺ കൃഷി എന്ന ആ കാർഷിക വ്യവസ്ഥിതിയെ തന്റെ മനസ്സിലും കൈകളിലും എത്തിച്ചതിന് ശേഷം വേണം ഈ ആള് ഹൈടെക് ഫാമിനെ കുറിച്ച് ചിന്തിക്കാൻ. ഹൈടെക് ഫാം എന്ന് പറയുമ്പോൾ ഞങ്ങളുടേതൊന്നും ഹൈടെക് ഫാം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മിനി സംവിധാനം. കൂൺ കൃഷിയിൽ അതിന്റെ ആവശ്യമുള്ള ചൂടും ഈർപ്പവും ഒക്കെ ക്രമീകരിക്കുന്നതിന് ഇന്നത്തെ വ്യവസ്ഥയിൽ ചെറിയ രീതിയിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗം സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതിനേക്കാളൊക്കെ വലിയ ഹൈടെക് ഫാമുകൾ, സത്യത്തിൽ ഹൈടെക് എന്ന് പറയാവുന്ന ഫാമുകൾ എൻ്റെ അറിവിൽ 3 കേരളത്തിലുണ്ട്. ഞാൻ അവരുടെ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു ലഘുവായ രീതിയിൽ അന്നന്നത്തെ ചെലവിന് വേണ്ടി കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ വളരെ ചെറിയ രീതിയിൽ അത് തുടങ്ങാൻ ആഗ്രഹിക്കണം. അങ്ങനെ പറയുമ്പോൾ ഈ പാരമ്പര്യ രീതിയിലുള്ള കൂൺ കൃഷി എങ്ങനെയാണ്, പാരമ്പര്യ രീതിയിലുള്ള കൂൺ കൃഷിയെ കുറിച്ച് നമ്മുടെയൊക്കെ കേരളത്തിൽ തന്നെ മലയാളത്തിലുള്ള കൂൺ കാർഷിക ബുക്കുകളെ കുറിച്ച്, കൂൺ കൃഷി വിശകലന ബുക്കുകളിലൊക്കെ വ്യക്തമായി പറയുന്നത് കേൾക്കാം. അത് സാധാരണ ഓലമേഞ്ഞ ഷെഡോ ഓടുമേഞ്ഞ ഷെഡോ, ഇനി ഇപ്പോഴത്തെ രീതിയിലുള്ള മേച്ചിൽ ഷീറ്റുകൾ ഉപയോഗിച്ചുള്ള ഷെഡോ, അല്ലെങ്കിൽ UV ഷീറ്റ്, PVC ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഷെഡുകളോ ഒക്കെ ആവാം. അന്നൊക്കെ ഈ പാരമ്പര്യ രീതിയിലുള്ള കൃഷി രീതി എന്ന് പറയുമ്പോൾ ഷെഡുകൾക്കുള്ളിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി ചാക്ക് നനച്ച് സൈഡുകളിലൂടെ തൂക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത്തരം ഷെഡുകളുടെ നിലത്ത് മണലോ മെറ്റലോ വിരിക്കുന്നതായിരുന്നു രീതി. അത്തരം ഫാമുകളിൽ തീർച്ചയായിട്ടും ഉറി എന്ന മാതൃകയായിരുന്നു സ്വീകരിച്ചിരുന്നത്. കയർ കൊണ്ടോ അതുപോലെയുള്ള മറ്റ് വസ്തുക്കൾ കൊണ്ടോ ഉറികൾ ഉണ്ടാക്കി ആ ഉറികളിൽ ബെഡുകൾ തൂക്കിയിട്ട് കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ മാധ്യമമാകട്ടെ നിർബന്ധമായും വൈക്കോലായിരുന്നു, മറ്റൊന്ന് ആളുകളുടെ മനസ്സിൽ ഉണ്ടായിരുന്നുമില്ല. പിന്നീട് ഇങ്ങോട്ട് അല്പവും കൂടി പുരോഗമിച്ച് ചെറിയ ഷെഡുകളുടെ രൂപരേഖ ഉണ്ടായിട്ടുണ്ട്. ഒരു 2-3 കട്ട ഉപയോഗിച്ച് മറകെട്ടി അതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് ഷെഡ് മൊത്തം മറച്ച്, അപ്പോൾ കുറച്ചും കൂടി അതിനകത്ത് വായുസഞ്ചാരം കൂടുതലായിട്ട് കിട്ടും. അത്തരം ഷെഡുകളിൽ എക്സോസ് ഫാനുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കൂൺ കൃഷി. ആ സമയത്ത് തന്നെ ചില ഷെഡുകളിലേക്ക് ഫോഗറിൻ്റെയും മറ്റു ചില ഷെഡുകളിലേക്ക് ഹ്യൂമിഡിഫയറിൻ്റെയും ഉപയോഗം കടന്നു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ ഏത് രീതിയിലുള്ള ഷെഡാണെങ്കിലും തെർമോക്കോൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ചില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുറത്തു നിന്നുള്ള ചൂടിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഷെഡുകൾ ഉണ്ടായി. ഹ്യൂമിഡിഫയറിൻ്റെയും ഫോഗറിൻ്റെയും ഉപയോഗം വ്യാപകമായി. ആ രീതിയിൽ മണൽ വിരിക്കുന്നതിന് പകരം
അടി കോൺക്രീറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി. ചിലപ്പോഴെങ്കിലും വെള്ളം തളം കെട്ടി നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. നനയ്ക്കുന്നതിന് പകരം ഫോഗറിന് പകരം നനയ്ക്കുന്നതിന് പകരമാണ് ഫോഗർ കൊണ്ടുവന്നത്. ഫോഗറിന് പകരമുള്ള മറ്റ് ചില സംവിധാനങ്ങളും ഒക്കെ മുന്നിൽ വന്നെങ്കിലും കൂൺ കൃഷിയുടെ ഇന്നത്തെ അവസ്ഥ പൂർണ്ണമായത് പാനാൻപാട് എന്ന സിസ്റ്റത്തിന്റെ ആവിർഭാവത്തോടു കൂടിയാണ്. വാസ്തവത്തിൽ തുടക്കക്കാർക്ക്, അത് ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് പറയുന്നതെന്ന് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറി അല്ലെങ്കിൽ ഒരു ഹോൾ മതി കൂൺ കൃഷി ആരംഭിക്കാൻ എന്നാണ് എൻ്റെ പക്ഷം. ആ മുറിയിൽ നല്ല രീതിയിലുള്ള വായുസഞ്ചാരം ഏർപ്പാടാക്കുക, അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചം ഉള്ള സംവിധാനം ഉണ്ടാക്കുക, അതിനകത്ത് ബെഡുകളെ തൂക്കാനുള്ള ഉറികൾ ക്രമീകരിക്കുക. അത്രയൊക്കെ ചെയ്താൽ പോലും ഒരു വർഷം ആ രീതിയിൽ കൊണ്ടുപോയി ഏതൊരാൾക്കും കൂൺ കൃഷി പഠിച്ചെടുക്കാം. ചില വീഡിയോകളിൽ ആർക്കും കൂൺ കൃഷി ചെയ്യാം എന്നത് ഞാൻ ഈ രീതിയിൽ പഠിച്ച ഏതൊരാൾക്കും കൂൺ കൃഷി ചെയ്യാം എന്ന് തിരുത്തുകയാണ്. വിപുലമായിട്ട്, അല്പവും കൂടി വിപുലമായിട്ട് ഒരു ദിവസം ഒരു 2 കിലോ അതിൽ കൂടുതലോ 2 കിലോയോ അതിൽ കൂടുതലോ കൂൺ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു 200-250 സ്ക്വയർ ഫീറ്റ് എങ്കിലുമുള്ള അല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റിലേക്ക് എത്താവുന്ന ഒരു ഷെഡ് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഷെഡ് UV ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ അവസ്ഥയിൽ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ രീതിയിൽ മേച്ചിൽ ഓടുകളോ മേച്ചിൽ ഷീറ്റുകളോ ഉപയോഗിച്ച് മറ്റേ അരഭിത്തി കെട്ടി ബാക്കി ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് മറിച്ച ഷെഡുകൾ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈ ഷെഡുകളിലൊക്കെ നിർബന്ധമായും അകത്തേക്കും പുറത്തേക്കും എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗിച്ചിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തറ കോൺക്രീറ്റ് ഇടുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം കൂൺ കൃഷിയെ ആക്രമിക്കുന്ന പല കീടങ്ങളുടെയും അവരുടെ തറവാട് അല്ലെങ്കിൽ അവരാരംഭിക്കുന്നത് നിലത്തു നിന്നാണ്. അതുകൊണ്ട് അപ്പോൾ തറ കോൺക്രീറ്റ് ചെയ്ത് കൃഷി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ബോധ്യം. പലപ്പോഴും പല ആളുകളും ഇന്നത്തെ പുതിയ അവസ്ഥയിൽ ചെറുപ്പക്കാരെ, വിദ്യാസമ്പന്നരായ ആളുകൾ കൂൺ കൃഷി ആരംഭിക്കുമ്പോൾ ഒരു 400 സ്ക്വയർ ഫീറ്റുള്ള നല്ല ഷെഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാണ് വസ്തുത. അത്തരം ആളുകൾ ഈ പറഞ്ഞ പാനാൻപാട് സിസ്റ്റത്തിലേക്ക് പോകുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് എന്നും ഷെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ഷെഡിന്റെ ഉടമകളും കൂൺ കൃഷി ചെയ്യുന്നത് ചെറിയ തോതിലായിരിക്കണം. ദിവസം ഒരു 10 ബെഡ് 2.5 കിലോ എന്ന രീതിയിലേക്ക് തുടങ്ങി അത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഒരു കൊല്ലത്തിനുള്ളിൽ മാത്രമേ, ഒരു കൊല്ലം കൊണ്ടെങ്കിലും മാത്രമേ അവരുടെ ഒരു മുഴുവൻ സമയ കൂൺ കൃഷി എന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഞാൻ പല വീഡിയോയിലും പറയാറുള്ളത് പോലെ കൂണ് ഒരു അത്യാവശ്യ വസ്തുവോ ആവശ്യ വസ്തുവോ അല്ല. അതിൻ്റെ ഉപഭോക്താക്കളെ നമ്മൾ ക്രമേണ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ കൃഷി വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് പാനാൻപാടിൻ്റെ ഷെഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷെഡുകളുടെ എണ്ണത്തിനനുസരിച്ച് കൂൺ കർഷകരും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കൂണിൻ്റെ ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ ഇത്തരം ഷെഡുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പണത്തിന് ആവശ്യമായ തിരിച്ചുവരവ് അത്തരം ഷെഡുകളിൽ ഉണ്ടാവുന്നില്ല എന്നാണ് മാർക്കറ്റിൽ വരുന്ന കൂണുകളുടെ അളവ് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഈ ഷെഡുകളിലെ ഉടമസ്ഥര് 1, 2 അല്ലെങ്കിൽ 4, 5 മാസങ്ങൾ കൊണ്ട് തൽക്കാലത്തേക്ക് എന്ന പേരിൽ ഈ പരിപാടി നിർത്തിവെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ആകെ പൊരുൾ ഒന്ന് മാത്രമേ ഉള്ളൂ. ആര് കൂൺ കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെ ലഘു രീതിയിൽ ആരംഭിക്കണം. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് കൂൺ കൃഷി പഠിച്ചുകൊണ്ട് ഒരു ക്ലാസ്സിലിരുന്നത് കൊണ്ടോ 2 ക്ലാസ്സിലിരുന്നത് കൊണ്ടോ കൂൺ കൃഷി പഠിക്കുന്നില്ല എന്ന വാസ്തവം മനസ്സിലാക്കണം. അത് ചെയ്ത് തന്നെ പഠിക്കണം. നീന്ത് പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊരു ചൊല്ലില്ലേ, നീന്ത് പഠിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്, അത് പുഴയിലേക്ക് ചാടുകയാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ കൂൺ കൃഷി പഠിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, അത് കൂൺ കൃഷി ചെയ്യലാണ്. ബാക്കി അതിൻ്റെ ചെയ്യാനുള്ള നമ്മുടെ പ്രചോദനമാണ് ക്ലാസ്സുകൾ, നമുക്ക് കിട്ടുന്ന പ്രചോദനമാണ് ക്ലാസ്സുകൾ. അതുകൊണ്ട് ക്രമേണ കൂൺ കൃഷി ചെയ്ത് കേരളത്തിലെ ഏറ്റവും വലിയ കൂൺ കർഷകന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 7 വർഷം കൊണ്ടാണ് കൂൺ കൃഷി പഠിച്ചത് എന്ന്. അപ്പോൾ അത് നമുക്കൊരു പാഠമായിരിക്കണം. ആ ചെറുപ്പക്കാരൻ വളരെ വലിയ രീതിയിൽ വളർന്ന ചെറുപ്പക്കാരന് വളരെ എളിമയോടുകൂടി പറയുന്നുണ്ട് 7 വർഷം കൊണ്ടാണ് താൻ കൂൺ കർഷകനായത് എന്ന്. അപ്പോൾ ആ പാഠം എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങൾക്ക് ഇവിടെ കാണാം, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്,
അത് വളരെ നിസ്സാരമായ കാര്യമാണെങ്കിലും പലർക്കും അതൊരു ഉത്തരം വളരെ വ്യക്തതയിൽ കിട്ടുന്നില്ല, എങ്ങനെയാണ് ഉറി കിട്ടുന്നത് എന്ന്. ഇതിപ്പോൾ ഞാൻ പല ഷെഡുകളെ കുറിച്ചും പറഞ്ഞു. ഞങ്ങളിപ്പം പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡാണ്. ഇതിന്റെ സ്ഥലത്തിന്റെ ഒരു വിഷയമുള്ളത് കൊണ്ട് ഇത് ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഭിത്തി ചെങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടി തിരിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു ഹോള് എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ. മേൽപ്പര മേച്ചിൽ ഷീറ്റാണ്, അലൂമിനിയം ബബിൾ ഷീറ്റ് ഉപയോഗിച്ച് മച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ ഇപ്പം 7.5 അടി ഉയരത്തിൽ ബീംസ് ഇട്ട് GI പൈപ്പ് ഇട്ടിട്ടാണ് ഉറി കെട്ടാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉറി കെട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ബീംസിൽ നിന്ന് നിലത്ത് മുട്ടുന്ന വിധത്തിൽ 2 പീസ് കയറ് 2 വശവും ഇടണം. അപ്പോൾ 4 പീസ് കയറുകൾ നിലത്ത് മുട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് 2 കയറാണ്. അത് വളരെ നല്ല രീതിയിൽ പിടിച്ച് ഇങ്ങനെ കെട്ടി അവിടെ ഉറപ്പിക്കുക. സാധാരണഗതിയിലൊക്കെ സ്റ്റൂളിലൊക്കെ കയറി നിന്നാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കെട്ടി ഉറപ്പിക്കുന്ന ഉറിയിൽ ഈ രീതിയിലുള്ള വളയങ്ങൾ കെട്ടി ഉണ്ടാക്കിയാൽ ഉറികളായി. വളരെ നിഷ്പ്രയാസം. ഇങ്ങനെ ഉറികൾ ഉണ്ടാക്കുന്നത് ഒരു വിഷയമല്ല എന്ന് മനസ്സിലാക്കുക. ഈ വളയങ്ങൾക്ക് പകരം ഇപ്പോൾ PVC പൈപ്പ് വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരുക്കവുമൊന്നുമില്ലാതെ നമ്മൾ കൂൺ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഏകദേശ ബോധ്യം ചെയ്യുന്ന വിധത്തിൽ കൂൺ കിട്ടുന്ന വിധത്തിൽ കൂൺ ഷെഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ടാവാം. അത്തരം സംശയങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക. അടുത്ത വീഡിയോയിൽ എനിക്കതിന് മറുപടി പറയാൻ കഴിയും. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ചെയ്യും.